കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 22 രാമാനുജൻ ജന്മദിനം. ഈ ദിവസമാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. വെറും 33 വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ നമ്മൾ പങ്കിടുന്നത് ഈ ദിവസമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1729 എന്ന രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകതകൾ അദ്ദേഹം പെട്ടെന്ന് കണ്ടെത്തി പറയുകയായിരുന്നു. പ്രൊഫസർ ഹാർഡി അദ്ദേഹത്തിൻ്റെ ഗുരുവും വഴികാട്ടിയുമായിരുന്നു. അദ്ദേഹം അസുഖത്തിൽ കിടക്കുന്ന രാമാനുജനെ കാണുവാൻ വന്നതും താൻ വന്ന കാറിൻ്റെ നമ്പർ 1729 എന്ന സംഖ്യയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രത്യേകത, അതായത് 2 വ്യത്യസ്ത ഘനസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്ന് പെട്ടെന്ന് കണ്ടെത്തി പറയുകയായിരുന്നു. എത്രയൊക്കെ കഠിന പ്രയത്നങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ആയിരിക്കും അദ്ദേഹം ഇത് കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ കണ്ടെത്തലിന് പിന്നിലും ഒരുപാട് പ്രയത്നങ്ങളും കഠിനാധ്വാനവും ചിന്തയും ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശ്രീനിവാസ രാമാനുജൻ എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? 19 അക്ഷരങ്ങൾ. ഈ 19നെ തിരിച്ചിട്ടാൽ നമുക്ക് എന്താണ് ലഭിക്കുക? 91. ഇനി 19ഉം 91 ഗുണിച്ചു നോക്കിയാലോ? എത്രയാണ് ഉത്തരം കിട്ടുക? 1729 എന്ന രാമാനുജൻ സംഖ്യ തന്നെ. അതേപോലെ 1729 1, 7, 2, 9 എന്നീ അക്കങ്ങൾ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? അതും 19 തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് 1729 കാണാൻ കഴിയും. അതായത് രാമാനുജൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഓരോ സംഖ്യകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. സംഖ്യകൾ അനന്തമാണ്. അതുപോലെ ഇനിയും എത്രയെത്ര സംഖ്യകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണാനിരിക്കുന്നു. ഇനി നമുക്കൊരു മാന്ത്രിക ചതുരം പരിചയപ്പെട്ടാലോ? ഈ മാന്ത്രിക ചതുരം അറിയപ്പെടുന്നത് രാമാനുജൻ്റെ മാന്ത്രിക ചതുരം എന്ന പേരിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിലെ ഓരോ വരിയും നിരയും എടുത്ത് നിങ്ങൾ കൂട്ടി നോക്കിയാലും കിട്ടുന്ന ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. ഇതിലെ ഏത് 4 സംഖ്യകളെടുത്ത് ഏതൊരു ചതുരമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും കിട്ടുന്ന ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. അതാണ് ഈ മാന്ത്രിക ചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഈ മാന്ത്രിക ചതുരം ഉണ്ടാക്കിയത്? അതായത് അദ്ദേഹത്തിൻ്റെ ജനന തീയതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു മാന്ത്രിക ചതുരം ഉണ്ടാക്കിയത്. ഇതിലെ ഒന്നാമത്തെ വരിയിലെ 22, 12, 18, 87 നോക്കൂ. അതായത് 22 ഡിസംബർ 1887 അദ്ദേഹം ജനിച്ചത്. ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു മാന്ത്രിക ചതുരം ഉണ്ടാക്കിയത്. ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം ക്രമീകരിച്ചിട്ടുമുണ്ട്. അതായത് ഡേറ്റ്, മന്ത്, സെഞ്ച്വറി, ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വരി കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ സംഖ്യകളും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനെ രാമാനുജൻ്റെ മാന്ത്രിക ചതുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ നിങ്ങളും ചെറിയ സംഖ്യാ പിരമിഡുകളും മാന്ത്രിക ചതുരങ്ങളും ഉണ്ടാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ.